കൊണ്ടുവരാൻ നിന്നപ്പം റസൂലുള്ള ബൈഅത്ത് സ്വീകരിച്ചില്ല. അത് പൊട്ടിച്ചതിന് ശേഷം രോഗിയെ കാണാൻ പോയപ്പം ഇതോടുകൂടി നീ മരിച്ചാൽ നിനക്ക് രോഗം വർദ്ധിക്കുകയാണ് ചെയ്യുക, നീ ശിർക്കിലായിരിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എവിടെ നിന്ന് ബർക്കത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ അത് ഇലാഹാൻ. എവിടെ നിന്നൊരു ഉപദ്രവം നീങ്ങിക്കിട്ടുമെന്ന് അടിസ്ഥാനപരമായി നാം വിശ്വസിക്കുന്നുവോ അത് ഇലാഹാൻ. ആ ഇലാഹ് അല്ലാഹു മാത്രമാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മർമ്മം. ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും ചുരുങ്ങിയത് 3 ഇലാഹിനെ ഉണ്ടാക്കുന്നു. 1 ആ വിഗ്രഹം, 2 ആ വിഗ്രഹം പ്രതികരിക്കുന്ന വ്യക്തി, 3 പടച്ചവൻ. ഇസ്ലാം പറയുന്നു ലാ ഇലാഹ 2 കട്ട് ചെയ്യണം, ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ. ഒരു കുരിശിനെ യേശുവിന്റെ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി, ആ വിഗ്രഹം യേശു പടച്ചവൻ, 2 ഒഴിവാക്കണം. ഒരു ജാറത്തിന്റെ അടുത്ത് പോയി തനിക്ക് കുട്ടിയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, ഹജ്ജിന് പോകുമ്പോ ഹജ്ജിന്റെ യാത്ര എളുപ്പമാകാൻ വേണ്ടി ജാറത്തിന്റെ അടുത്ത് വണ്ടി നിർത്തി 500 രൂപ ആ ഭണ്ഡാരത്തിലിട്ട് ആശ്വാസം, ഇനി വണ്ടി എടുത്തോളൂ എന്ന് പറയുന്ന തവക്കുൽ ചെയ്യുന്ന വ്യക്തി ഏറ്റവും ചുരുങ്ങിയത് 3 ഇലാഹ്. 1 ആ ജാറം, 2 അവിടെ മരിച്ചു കിടക്കുന്ന വ്യക്തി, 3 പടച്ച തമ്പുരാൻ, 2 ഒഴിവാക്കണം. അതിൻ്റെ അടുത്ത് കമർ സിയാറത്തില്ല എന്നല്ല. മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് മരണത്തെപ്പറ്റി ഓർമ്മയുണ്ടാകാനും നമ്മൾ കബറിന്റെ അടുത്ത് പോകണം. എന്നാൽ മുസ്ലിം സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് തന്നെ 2 പടച്ചവനുണ്ട് 3 പടച്ചവനുണ്ട് എന്ന് പറയലല്ല ശിർക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ബഹുമാന്യരായ ഹൈന്ദവ സുഹൃത്തുക്കൾ, അവരിൽ ബഹുദൈവ വിശ്വാസമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ക്രൈസ്തവരിൽ ബഹുദൈവ വിശ്വാസമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം വിശ്വാസമുണ്ട്. മക്കയിൽ മുശ്രിക്കീൻ എന്ന് ഖുർആനിലൂടെ നമ്മളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന മക്കയിലെ പച്ച മുശ്രിക്കുകൾ, അവരുടെ വിശ്വാസത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു 29-ാമത്തെ അധ്യായത്തിൽ 61-ാമത്തെ സൂക്തത്തിൽ, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് മുഹമ്മദ് നബിയെ നീ അവരോട് ചോദിച്ചാൽ, ആരാണ് സൂര്യചന്ദ്രന്മാരെ ശരിപ്പെടുന്നത് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു ആകുന്നു. അപ്പൊ അല്ലാഹു ഉണ്ടെന്നും അല്ലാഹുവാണ് സൃഷ്ടാവെന്നും അവർ വിശ്വസിച്ചു. 31-ാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ സൂക്തത്തിൽ കാണാം വൈദാ ഗശിയഹും മൗജുൻ കല്ലുലൽ ദഅഉല്ലാഹ്, മലകൾ പോലെയുള്ള തിരമാലകൾ വന്നുകൊണ്ട് അവരുടെ കപ്പൽ ഇപ്പോൾ മുങ്ങിപ്പോകുമെന്ന് കണ്ടാൽ മക്കയിലെ മുശ്രിക്കുകൾ വിളിക്കും അല്ലാഹുവേ രക്ഷിക്കണേ എന്ന്. ഇഖ്ലാസോടുകൂടി അവർ വിളിക്കും. അപ്പോൾ മുശ്രിക്കീൻ എന്ന് ഖുർആൻ പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ, അവർക്ക് അല്ലാഹു വിശ്വാസമുണ്ടായിരുന്നു, അല്ലാഹുവാണ് സൃഷ്ടാവെന്ന വിശ്വാസമുണ്ടായിരുന്നു. സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവർ അല്ലാഹുവോട് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എന്താ അവർ ചെയ്ത ശിർക്ക്? എന്താണ് അവർ ചെയ്ത ശിർക്ക്? ഈ 3 വിശ്വാസങ്ങളുള്ളവരോട് റസൂലുള്ള പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അല്ലാഹു ഉണ്ട് എന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അല്ലാഹുവാണ് സൃഷ്ടാവ് എന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അല്ലാഹുവോട് പ്രാർത്ഥിക്കണമെന്നുമല്ല. ഇനി അങ്ങ് മക്കയിലെ മുശ്രിക്ക് വിട്ട് കേരളത്തിലേക്ക് വരൂ. ബഹുമാന്യരായ ഹൈന്ദവരും ക്രൈസ്തവരും പടച്ചോനുണ്ടെന്ന് വിശ്വാസല്ലേ? പടച്ചോനാണ് സൃഷ്ടാവെന്ന് വിശ്വാസല്ലേ? ഭൂമിയെ സൃഷ്ടിച്ചത് ശ്രീരാമനാണെന്ന് ഹൈന്ദവർ പറയുമോ? ആകാശം സൃഷ്ടിച്ചത് യേശുവാണെന്ന് പറയുമോ? അതൊക്കെ നിങ്ങളും നമ്മളൊക്കെ പറയുന്ന പടച്ചോൻ തന്നെ. പിന്നെ എവിടെയാ കുഴപ്പം? പടച്ചോനെ ഈശ്വര എന്ന് പറഞ്ഞ് പടച്ചോനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ട്. പിന്നെ എവിടെയാ പ്രശ്നം? എവിടെയാണ് പ്രശ്നം? അതാണ് 29:65 2-ാമത്തെ ഭാഗം. ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി. നിങ്ങൾ ആവശ്യമെങ്കിൽ നമ്പർ നോട്ട് ചെയ്യണം, ശ്രദ്ധിക്കണം. ഏതെങ്കിലും ആൾക്കാർ നമ്പർ നോട്ട് ചെയ്യാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്യണം. നമ്മൾ പഠിക്കേണ്ട വിഷയമാണിത്. ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, കരയിലേക്ക് അവർ രക്ഷപ്പെട്ടാൽ ഇദാഹും യുശ്രികൂൻ, അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കും. അങ്ങനെ രക്ഷപ്പെട്ടാൽ ഇബ്രാഹിം നബിന്റെ ബർക്കത്തോട് നമ്മൾ രക്ഷപ്പെട്ട്, ഇസ്മായിൽ നമ്മൾ രക്ഷിച്ചു എന്ന് പറയും. രക്ഷപ്പെട്ടാൽ കുടുങ്ങുമ്പം പടച്ചോനെ എന്ന് വിളിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് ശിർക്ക്? മാത്രല്ല വൻ പാപങ്ങളെ കുറിച്ച് നമ്മൾ മദ്രസയിൽ എണ്ണി പറഞ്ഞ ശൈലി, വൻ പാപങ്ങൾ 7 ആകുന്നു. ഒന്നെന്താ? ശിർക്കല്ല. ശ്രദ്ധിക്കണം. വൻ പാപങ്ങൾ 7 ആകുന്നു. 1 ശിർക്ക് അല്ല. 1 അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ. മനസ്സിലായില്ലേ? അള്ളണ്ട്, ആ അല്ലാഹുവിൽ പങ്കു ചേർക്കൽ, അതാണ് ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് ശിർക്ക് എന്ന് പറയൽ 2-3 പടച്ചോന്മാരുണ്ട് എന്ന് പറയല, പടച്ചോനെന്ന് തന്നെ. മാത്രമല്ല ആ പടച്ചവനിൽ പങ്കു ചേർക്കാൻ മുശ്രിക്കീൻ എന്ന് പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ 3 ന്യായങ്ങൾ പഠിക്കാതെ നമുക്ക് പോകണ്ട. 1 39:3 വിശദമായി നിങ്ങൾ പഠിച്ചോളൂ. 39:3 എന്താണ്? അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ, പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞ ന്യായം മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ,
ഞങ്ങളെ അള്ളാഹുവിന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ വിളിക്കുന്നത്. അപ്പൊ ഇബ്രാഹിം നബി പടച്ചോനല്ല, ഇസ്മായിൽ നബി മഴയൊന്നും തരൂല മുഹമ്മദേ, പിന്നെന്താ, നമ്മളൊക്കെ പാപികളല്ലേ, ഈ പാപികളായ നമുക്ക് നേരിട്ടങ്ങ് പോകാൻ പറ്റില്ല, അപ്പൊ നമ്മൾ ഇവരെ അടുപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. 2:10 ഇവർ ഞങ്ങൾക്ക് അള്ളാഹിന്റെ അടുത്ത് ശുപാർശ ചെയ്യും, റെക്കമെൻഡ് ചെയ്യും, അതിനാ ഞങ്ങൾ വിളിക്കുന്നത്. മൂന്നാമത്തെ ന്യായം പരിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാനിലെ 21-ാമത്തെ സൂക്തത്തിൽ കാണാം. എന്താണ്? അള്ളാഹു ഇറക്കിയതിനെ നിങ്ങൾ പിൻപറ്റുവീൻ എന്ന് മുഹമ്മദ് നബിയെ നീ അവരോട് പറഞ്ഞാൽ, ഖാലു അവർ പറയും, ബൽ നത്തബിയു മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പിതാക്കൾ അങ്ങനെ ചെയ്തതായി കണ്ടു, വേറെ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞങ്ങളുടെ പിതാക്കൾ എന്താ ചെയ്ത് അതേ ഞങ്ങൾ ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം വിഷ്വൽ ഡിബേറ്റിനെ കുറിച്ചുള്ള കുട്ടികൾ പറഞ്ഞ ആകാംക്ഷയോടുകൂടി കേട്ടു. ഞാൻ 2 ദിവസം മുമ്പ് 2-3 CD കാണേണ്ടി വന്നു. അതിലൊരു CD-യിൽ ഇന്ന് കേരളത്തിൽ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ ബഹുമാന്യരായ സമസ്തക്കാരുടെ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ പരിചയക്കാരൻ കൂടിയായ റഹ്മത്തുള്ള കാസിമി പറയുകയാണ്, സൂഫിസം എന്നാൽ വലിയൊരു സൗന്ദര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സൂഫികൾക്ക് സ്വർഗം അന്യമാണ്, സൂഫികൾ നരകത്തെ കൊണ്ട് അള്ളാഹുവോട് രക്ഷ തേടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? പടച്ചോനെ, ഈ നരകം തന്നാ എനിക്ക് പ്രശ്നമല്ല, പിന്നെന്താ ഈ മാവിലായിക്കാരായ ഈ തെമ്മാടികളൊക്കെ നരകത്തിൽ ചെന്ന് പെടുമ്പോ അക്കൂട്ടത്തിൽ ഞാനും കൂടി ഉണ്ടാവുമ്പോ എനക്ക് വല്ല മാനക്കേടുണ്ടെങ്കിൽ അല്ലാതെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് പറയുന്നത് അറിയപ്പെടുന്ന ഒരു ഖുർആൻ പ്രഭാഷകനാണ്. മഹാനായ റസൂലുള്ള ഇബാദുർ റഹ്മാന്റെ പ്രത്യേകതയായി പറഞ്ഞത് ഒരു പക്ഷേ ആ ഹെഡിങ്ങിൽ നിങ്ങൾ കേട്ടിരിക്കും, റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നം, പടച്ചവനെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ ഒഴിവാക്കി തരണമേ, ഇന്ന അദാബഹാ കാന ഗറാമാ, അത് വിട്ടൊഴിയാത്ത ശിക്ഷയാകുന്നു. മറ്റൊരു മുസ്ലിയാർ ഷാഫി മുണ്ടംബ്ര എന്ന് പറയുന്ന ഒരാളുടെ പ്രഭാഷണം ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നു, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഒരാളെ തടഞ്ഞു നിർത്തി. എന്താണ്? അയാൾ പോവുകയാണ്, ഒരു കൈയിൽ വെള്ളവും മറുകൈയിൽ തീയുമായി. ചോദിച്ചു, എന്താ നിങ്ങളുടെ ദൗത്യം? എന്നെ തടയരുത്, എനിക്ക് ദൗത്യം നിർവഹിക്കണം. ദൗത്യം എന്താ? ഈ കയ്യിലുള്ള വെള്ളം നരകം കെടുത്തിക്കളയാനാണ്, ഈ കയ്യിലുള്ള തീ സ്വർഗം ചുട്ടു ചാമ്പലാക്കാനുള്ളതാണ്. എന്താണ് കാരണം? ആളുകൾ ഇബാദത്ത് ചെയ്യുന്നത് നരകത്തിൽ രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനാണ്. അത് ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്. അപ്പൊ റസൂലുള്ളയോ റസൂലുള്ള പഠിപ്പിച്ചെന്താ? മുഴുവൻ ഇബാദത്തുകളുടെയും ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ. 2:21 നരകത്തിൽ രക്ഷപ്പെടലാണ്, സ്വർഗത്തിൽ പ്രവേശിക്കലാണ്. നോക്കൂ സഹോദരങ്ങളെ, എവിടെ എത്തി? സ്വർഗം പ്രശ്നമല്ല. റസൂലുള്ള പറഞ്ഞു, അല്ലാഹുമ്മ അജിർനി ദ്വാരക്കാൻ, ഒരു ദിവസം 3 പ്രാവശ്യം സ്വർഗത്തെ ചോദിക്കാൻ, ഒരു ദിവസം 3 പ്രാവശ്യം നരകത്തിൽ രക്ഷ തേടാൻ. അങ്ങനെ റസൂലുള്ളയെ തള്ളി, ഖുർആനിനെ തള്ളി, ഇസ്ലാമിനെ തള്ളി, നരകവും സ്വർഗവും പ്രശ്നമല്ല എന്നിടത്തേക്ക് എങ്ങനെ പോകുന്നു? അതെ, ഈ സമൂഹത്തിൽ ബഹുമാന്യരായ സമസ്തക്കാരുടെ അടുത്തുള്ള ബേസ് കള്ളത്തൊരീക്കത്താണ്, സൂഫിസമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ കേട്ടില്ലേ, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. നമ്മുടെ നാട്ടിലൊക്കെ മൗലിദുകളുടെ നാട്ടിലൊക്കെ കേൾക്കാം, റസൂലുള്ള ഉണ്ട് പിന്നെ ആ വീട്ടിൽ വിളക്ക് ആവശ്യമല്ല, കാരണം റസൂലുള്ള വിളക്കാണ്. മനസ്സിലായില്ലേ? എവിടുന്ന് വന്നതാ? റസൂലുള്ളയുടെ പ്രകാശമാണ് ലോകത്ത് ആദ്യമായി സൃഷ്ടിച്ചത്. ശരിയല്ല. ഖുർആൻ പറയുന്നു, ആദം നബി അലൈഹിസ്സലാമിനെയാണ് ആദ്യം മനുഷ്യരിൽ സൃഷ്ടിച്ചത്, അത് മണ്ണ് കൊണ്ടാണ്. ആ ഖുർആനിനെ തള്ളിക്കൊണ്ട് മലക്കുകളെയാണ് പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചത്, അത് റസൂലുള്ളയിലേക്ക് ചാർത്തി. എന്നിട്ടാണ് പറയുന്നത്, അതീ ഒളിവായി, അതു താൻ വെളിവായി, അതു തന്നെ ആദമായി വന്നു ലുഹൂറായി, അംബിയ ഔലിയ ആയി വന്നു അവസാനം മക്കത്താതു തന്നെ വന്നു. റസൂലിന്റെ പ്രകാശമാണ് ഈ വന്നതൊക്കെ. നോക്കൂ, ഖുർആനിനെയും ഹദീസും ഒറ്റ തട്ടൽ കൊടുത്തു. അപ്പൊ പിന്നെ നരകവും സ്വർഗവും ഒന്നും പ്രശ്നമല്ലാതായി. റിഫായി റാത്തീബിൽ കാണാം, ലാ അന ഇല്ലാ അൻത 303 പ്രാവശ്യം. ലാ അന ഞാനില്ല, ഇല്ലാ അൻത നീയല്ലാതെ, ഈ ഞാൻ ഒന്നാണ് 303 പ്രാവശ്യം. ഇതാണ് സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹം പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രംഗം. അതുകൊണ്ട് ആ വിഷയം ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിൽ തന്നെ മറ്റൊരു വ്യത്യാസം വരുന്നതാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, അതിന്റെ ബേസ് തന്നെ പൊളിറ്റിക്സ് ആയി മാറിപ്പോവുക. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇറാനിലെ വിപ്ലവം. ആ വിപ്ലവം ഇസ്ലാമിക വിപ്ലവമായിരുന്നില്ല, ഷിയാ വിപ്ലവമായിരുന്നു. കാരണം ഇറാനിലെ വിപ്ലവത്തിന്റെ ബേസ്, അതിനുവേണ്ടി പ്രസംഗിച്ച, ത്വാത്വികമായി പിന്തുണ കൊടുത്ത
അതിന്റെ നേതാക്കന്മാർ ജനങ്ങളോട് പറഞ്ഞത് ഷിയായിസമാണ്. അവർക്ക് 3 ഖലീഫമാർക്കോട് യാതൊരു താല്പര്യവുമില്ല, അവർ മുർത്തദ്ദുകളാണെന്നാണ്